മതം എന്ന് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു സംഗതിയല്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ സത്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ, ഭഗവത്ഗീത മറിച്ചു നോക്കിയാൽ, ബൈബിൾ മറിച്ചു നോക്കിയാൽ അവിടെ ഒന്നും ഉത്തരം കാണാൻ കഴിയില്ല. കാരണം മതത്തിന്റെ മേഖല അതല്ല. മതത്തിന്റെ മേഖല എന്ന് പറയുന്നത് അതല്ല. പിന്നെ അപ്പോൾ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും, അപ്പൊ ദൈവം ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവില്ലേ, ദൈവമുണ്ട്, പരലോകമുണ്ട് എന്നതിന് ഒരു തെളിവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും തെളിവുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളും ഭൗതികവാദികളും നവ ലിബറലിസ്റ്റുകളും അങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്ന ആരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരുപടി കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിവില്ലാതെയാണ്. ദൈവത്തിന് മാത്രം ഇവർക്ക് തെളിവ് മതി. ബാക്കി ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഇവർക്ക് തെളിവ് വേണ്ടതില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കുക, അതിനെന്താ തെളിവ്, ശാസ്ത്രീയമായിട്ട് അതിനെന്താ തെളിവ് എന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബുദ്ധിയുടെയും യുക്തിയുടെയും അനുഭവത്തിന്റെയും ഒക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ജീവിതത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ താൻ അച്ഛൻ അല്ലെങ്കിൽ താൻ അമ്മ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കുന്ന ആളുകൾ പോലും അവരാണ് എന്ന് തെളിയിച്ചിട്ടല്ല അദ്ദേഹം നീണ്ട 10-60 കൊല്ലം അവരുടെ മുഖത്ത് നോക്കി അതെന്റെ അച്ഛനാണ്, അതെന്റെ അമ്മയാണ്, അതെന്റെ ബാപ്പയാണ്, അതെന്റെ ഉമ്മയാണെന്ന് പറയുന്നത്. അവരാണ് നമ്മളോട് ചോദിക്കുന്നത് ദൈവം ഉണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവെന്താണ്. ബാപ്പാക്ക് വേണ്ടി അച്ഛനിക്ക് വേണ്ടി എന്തൊക്കെ ചെലവഴിക്കുന്നു, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവർക്ക് രോഗമുണ്ടാകുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ എവിടെയോ വേദനിക്കുന്നു, അവർ മരണപ്പെടുമ്പോൾ മറ്റാര് മരണപ്പെട്ടാലും കണ്ണിൽ നിന്ന് വരാത്ത കണ്ണുനീര് അവർ മരണപ്പെടുമ്പോൾ വരുന്നു. ഈ വരുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരീ പറയുന്ന ശാസ്ത്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ശാസ്ത്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ആ പ്രാഥമിക കാര്യം പോലും ജീവിതത്തിൽ 56, 60, 70 കൊല്ലം വിശ്വസിച്ച് നടക്കുന്നത് ഒരു തെളിവുമില്ലാതെയാണ്. ഒരു തെളിവുമില്ല. അച്ഛൻ പറഞ്ഞു നീ എൻ്റെ അച്ഛനാണ്, നിന്റെ അച്ഛനാണ് ഞാനെന്ന്. അമ്മ പറഞ്ഞു മോനെ അത് നിന്റെ അച്ഛനാണെന്ന്. നാട്ടുകാർ പറഞ്ഞു അത് നിന്റെ അച്ഛനാണെന്ന്. വീട്ടിലെ ജ്യേഷ്ഠന്മാരും അനുജത്തിമാരും ഒക്കെ പറയുന്നു ഇത് നിന്റെ അച്ഛനാണെന്ന്, അല്ലി വാപ്പയാണെന്ന്. ഇതൊരു കാര്യത്തിന് തെളിവാവോ? ഇങ്ങനെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞാൽ തെളിവാകുമെങ്കിൽ ലോകത്തെ 750-800 കോടി മനുഷ്യരിൽ 798 കോടി ആളുകളും പറയുന്നത് ദൈവമുണ്ടെന്ന്. എന്നാ പിന്നെ അതുകൊണ്ട് വിശ്വസിച്ചൂടെ? നാട്ടിലുള്ള ആളുകളൊക്കെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് അച്ഛനാണെന്ന് പറയുന്നു. ഒരു സ്ത്രീ പറയുന്നു ഇത് നിന്റെ അച്ഛനാണ് മോനെ എന്ന്. ഒരു അച്ഛൻ പറയുന്നു അത് നിന്റെ അമ്മയാണ് മോനെ എന്ന്. ഇങ്ങനെ നാട്ടിലെല്ലാം കുറെ ആളുകൾ ഇത് പറയുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആളുകൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യം ദൈവം ഉണ്ടെന്നാണ്. കാരണം വെച്ചാൽ 800 കോടി മനുഷ്യർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ 790 കോടി മനുഷ്യരും പറയുന്നു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന്. അത് വിശ്വസിക്കലല്ലേ ഏറ്റവും ശാസ്ത്രീയവും ബുദ്ധിയും യുക്തിയും എന്ന് പറയുന്നത്. അത് നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാത്തത്? എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ ഇതിന് വേറെ എന്ത് തെളിവ് നമ്മുടെ കയ്യിലുള്ളത്? DNA ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടോ? അത് നടത്തി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നടത്തിയിട്ടാണോ വിശ്വസിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. നടത്തിയിട്ടാണോ വിശ്വസിക്കുന്നത്? ഈ DNA ടെസ്റ്റ് ഒക്കെ എന്നാണ് വന്നത്? അപ്പൊ അതിനു മുമ്പ് ഈ അച്ഛൻ, അമ്മ, ആപ്പ, ഉമ്മ എന്ന് വിളിച്ചവരൊക്കെ അന്ധമായി വിളിച്ചതാണോ? വെറുതെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു? അപ്പൊ ഇത് മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ വിശ്വസിക്കുന്നതെല്ലാം ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യൻ വിശ്വസിക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ അംഗീകരിച്ച് ഇവിടുത്തെ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും വലിയ വായിൽ ദൈവത്തിന് തെളിവെന്താന്ന് ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ വിശ്വസിക്കുന്നത് മുഴുവൻ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, യുക്തി ഉപയോഗിക്കുന്നുണ്ട്, അനുഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവരെ വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് പറയാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മടിക്കേണ്ടതില്ല, വിശ്വസിക്കാൻ മടിക്കേണ്ടതില്ല. തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. വിശ്വസിക്കാനല്ല, ബോധ്യപ്പെടാൻ സാധിക്കും.